എടാ, ഒന്നാം വർഗ്ഗ ഉത്തോലകം ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. ഒരു കത്രീന 37 ബാറിലെ ചിയർ ഗേൾസ് ആണ്. ബാർ പ്ലെയർ കത്രീന, അങ്ങനെ ഓർമ്മിച്ചു നിങ്ങൾ. ബാറിലെ പ്ലെയർ ആണ് ബാർ പ്ലെയർ കത്രീന. ഒരു കുപ്പി സീസർ അറിയാലോ അല്ലെ? ഒരു കുപ്പി സീസറൊക്കെ അടിച്ച് അങ്ങനെ സ്പായി പോയിരുന്നിട്ട് അങ്ങനെ ത്രസിച്ച് വിളയാടുകയാണ്. ആ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ വെക്കുക. ബാർ പ്ലെയർ കത്രീന ഒരു കുപ്പി സീസർ അടിച്ച് സ്പായിൽ അങ്ങനെ ത്രസിച്ച് നടക്കുന്ന ഒരു ചിത്രം മനസ്സിൽ വെച്ചാൽ മതി. എന്നിട്ട് ഒന്നാം വർഗ്ഗ ഉത്തോലകങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി. ബാർ എന്താണ്? ക്രോബാർ ആണ്. ആണി പറിക്കുന്ന യന്ത്രമില്ലേ? അത് യന്ത്രം എന്നൊക്കെ പറയാൻ പറ്റില്ല, ആ ഒരു ഉപകരണം. ഓക്കെ, അതാണ് ക്രോബാർ. പിന്നെ പ്ലെയർ അറിയാലോ, പ്ലെയർ. ഓക്കെ, പിന്നെ കത്രീന എന്ന് നിങ്ങൾ കത്രികൻ എടുക്കുക. ആ ഒരു എന്താണ്? ഒന്നാം വർഗം ഓർമ്മിക്കാനുള്ളതാണ് ഒരു. ഓക്കെ, ദെൻ ഒരു കുപ്പിയല്ല കപ്പിയാക്കി മാറ്റുക. കപ്പി എന്താണ്? ഒന്നാം വർഗ്ഗ ഉത്തോലകമാണ്. സീസർ അടിച്ച് എന്നുള്ളത് സീസർ, അതിൽ നിന്ന് എന്തെടുക്കുക? സീസോ എടുക്കുക. എന്താണ്? സീസോ. പിന്നെ സ്പായിൽ, സ്പാ എന്നുള്ളത് സ്പാനർ ആണ്. ആ സ്പായിൽ എന്ന് എഴുതിയെടുക്കുന്ന സ്പാ സ്പാനറും ഇൽ നെയിൽ പുള്ളറുമാണ്. നെയിൽ, സ്പാ, നെയിൽ. അപ്പം സ്പാ, സ്പാനർ, നെയിൽ, നെയിൽ പുള്ളർ, ത്രസിക്കുന്നു എന്നുള്ളതിൽ നിന്ന് ത്രാസും എടുക്കുക. ഇത്രയും എടുത്താൽ എന്തായി? ഒന്നാം വർഗ്ഗ ഉത്തോലകങ്ങൾ PSC ചോദിക്കുന്ന മുഴുവൻ സാധനങ്ങളായി ഒന്നാം വർഗ്ഗ ഉത്തോലകം. ഇനി ഇങ്ങനെ പഠിക്കാൻ പറ്റൂലേ? നിങ്ങൾ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒന്നുമില്ല. ത്രാസ്, കത്രിക, കപ്പി. പറഞ്ഞേ, ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ. ഇത്രയേ ഉള്ളൂ സംഭവം. ത്രാസ്, കത്രിക, കപ്പി, പ്ലെയർ, പുള്ളർ, സ്പാനർ, ക്രോബാർ, സീസോ. ഓക്കെ, ഇത്രയും ഒന്നാം വർഗ്ഗം. ഇനി നിങ്ങൾ രണ്ടാം വർഗ്ഗവും മൂന്നാം വർഗ്ഗവും ഒക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കോഡ് ഉണ്ടാക്കി ഉണ്ടാവുമല്ലോ, അതൊന്ന് കമന്റ് ചെയ്തേ.